പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മയുടെ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. കണ്ണാടിക്കൽ ഗ്രാമം കരയുന്നു, കോഴിക്കോട് തീർച്ചയായിട്ടും വിതുമ്പുന്നു. കേരളത്തിൻ്റെ സകല കണ്ണുകളും കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ പതിഞ്ഞിരിക്കുന്നത്. അർജുൻ്റെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, പൂർണ്ണമായിട്ടൊന്നും തന്നെയില്ല. അതോടൊപ്പം തന്നെ മനാഫിനെ നമ്മളിതുവരെ കണ്ടില്ല ടി വിയിൽ. മനാഫ് ഉണ്ടെന്ന് നമുക്കറിയാം, മനാഫ് എവിടെയുണ്ട്. മനാഫും അർജുനും തമ്മിലുള്ളൊരു കെമിസ്ട്രി, ഒരു കോമ്പിനേഷൻ വളരെ ശക്തമാണ് എന്നത് നമുക്കറിയാം. ഞാൻ ഒരു കാര്യം പറയുകയാണ്, അതായത് കേരളത്തിന് എപ്പോഴും ഒരു മനുഷ്യത്വത്തിൻ്റെ സ്വഭാവമുണ്ട്. ഷീജിത് എം.എൽ.എ ശരിക്കും കേരളക്കാരനായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചു, ആഗ്രഹിച്ചു പോയി. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, അവരും അവിടെ ഒന്ന് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. എനിക്കും നമ്മുടെ MP ഷാഫി പറമ്പിൽ രാവിലെ ഉണ്ടായിരുന്നു, പിന്നെ ശിഹാബ് അലി അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ ഒത്തിരി പേര് വന്നു. അതിനേക്കാളൊക്കെ ഉപരി സാധാരണക്കാരുടെ ഒരു വൻ ഒഴുക്ക് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് കേരളത്തിൻ്റെ ഒരു പൾസ്. കേരളം എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ചെറിയ ദുരന്തമുണ്ടായാൽ ആ ദുരന്തമുഖത്ത് പറന്നെത്തുക, എത്തിച്ചേരുക. അപ്പോൾ അർജുനും മനാഫിനും ഒക്കെ ഇനിയിപ്പം മനാഫിനോ തീർച്ചയായിട്ടും മനാഫിലൊരു മനോഹരമായൊരു വാക്കുണ്ട്. എനിക്കിതുവരെ 3 മക്കളേ ഉള്ളായിരുന്നു, എനിക്കിനി ഒരാളുണ്ടായി. ഞാൻ വേണേ അവനെ കൊണ്ട് വളർത്തിക്കോളാം. തീർച്ചയായിട്ടും അർജുൻ്റെ വൈഫിന് ജോലി കിട്ടിയെന്നുള്ളത് സന്തോഷകരമായ അല്ലെങ്കിൽ ആശ്വാസകരമായൊരു സംഭവമാണ്. പക്ഷേ കൊച്ചാണ്, വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ മനാഫിൻ്റെ വലിയ മനസ്സിനും പിന്നെ അർജുനോട് ഈ കേരളം കാണിച്ച് വലിയ സ്നേഹവായ്പിനുമൊക്കെ ഒരുപാട് നന്ദിയൊക്കെ ഉണ്ട്. അപ്പം അർജുനോടൊപ്പം ഒരുമിച്ച് ചേർന്ന് നിന്ന് ഈ കേരള ജനത എന്നും സ്വാഭിമാനത്തോടെ, കർണാടക ഗവൺമെൻറ്റിന് പ്രത്യേകം നന്ദി ഉണ്ടാവണം, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് കോഴിക്കോട് MLA, അപ്പം അങ്ങനെ കുറേ പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കണ്ണീർ കയത്തിൽ അകപ്പെട്ടുപോയ കേരള ജനതയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കലൂടെ അർജുന് ഒത്തിരി നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജോൺസൺ കരോട്.